അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന UDFന് ഇനി വെല്ലുവിളികളുടെ നാളുകൾ. 102 സീറ്റുകളുമായി അത്യുജ്വല ജയത്തോടെ അധികാരത്തിലേക്കെത്തിയ UDFന് ഇനി വെല്ലുവിളികളുടെ നാളുകളാണ്. 10 വർഷങ്ങൾക്ക് ശേഷം UDF തിരിച്ചു വരുമ്പോൾ ലോകവും കേരളവും വലിയ അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിങ്ങനെ സാമ്പത്തിക രംഗത്ത് വലിയ വെല്ലുവിളികളാണ് പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ത്വരിത പരിഹാരം കണ്ടെത്തേണ്ട സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്തിന്റെ കടബാധ്യതയും വരുമാന ചെലവ് അന്തരവും ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ സർക്കാർ ചെലവ് നിയന്ത്രണവും വരുമാന വർധനയും തമ്മിൽ സമതുലിതമായ സമീപനം സ്വീകരിക്കേണ്ടി വരും. ക്ഷേമ പദ്ധതികൾ തുടരുമോ, പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ എന്നതും ധനപരിധികളോട് ചേർന്ന് തീരുമാനിക്കേണ്ട പ്രധാന വിഷയങ്ങളാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുക വെല്ലുവിളി. UDFനെ റെക്കോർഡ് വിജയത്തിലേക്ക് നയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് പ്രധാന പ്രഖ്യാപനം. കർണാടകയിലും തെലങ്കാനയിലും സമാന പ്രഖ്യാപനത്തിലൂടെ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ സൗജന്യ ബസ് യാത്ര സർക്കാരിന് വലിയ ബാധ്യതയാണ് വരുത്തിവെച്ചത്. കർണാടകയെയും തെലങ്കാനയെയും അപേക്ഷിച്ച് തനത് വരുമാനം തീരെ കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. മാത്രവുമല്ല, KSRTC വലിയ കടക്കണിയിലാണ്. ഈ അവസ്ഥയിൽ സൗജന്യ യാത്ര കൂടി അനുവദിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. KSRTCയെ മാത്രമല്ല സൗജന്യ യാത്ര ബാധിക്കുക, സ്വകാര്യ ബസ് വ്യവസായത്തെയും ഇത് ബാധിച്ചേക്കും. തൊഴിൽ മേഖലയും സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളിലൊന്നാണ്. യുവാക്കൾക്കിടയിൽ ഉയർന്നു വരുന്ന തൊഴിലില്ലായ്മ ആശങ്കാജനകമാണ്. സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്കായുള്ള നയപരമായ ഇടപെടലുകൾ വേണ്ടിവരും. പ്രവാസി ഇടപെടൽ. പശ്ചിമേഷ്യയിലെ യുദ്ധം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്ക് നിലച്ചാൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകും. യുദ്ധം നീണ്ടുനിന്നാൽ ഗൾഫിൽ നിന്നുള്ള പ്രവാസി തിരിച്ചുവരവ് വർദ്ധിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാകും. കേരളത്തിലേക്ക് കൂടുതൽ പ്രവാസികൾ തിരിച്ചെത്തിയാൽ സാമ്പത്തിക ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ പ്രധാന വാഗ്ദാനം കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുമെന്നാണ്. തൊഴിൽരഹിതരായ യുവാക്കൾക്ക് വ്യവസായം തുടങ്ങാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്നത് പുതിയ സർക്കാരിനെ സംബന്ധിച്ച ചോദ്യചിഹ്നമാണ്.